ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും കണ്ണലച്ചൂസ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് ദോശയും കടലക്കറിയാണ്. ഞാൻ എനിക്ക് വന്നപ്പോൾ തന്നെ അമ്മച്ചി കടലക്കറിയൊക്കെ ഉണ്ടാക്കി. കുറച്ച് ദോശ ഉണ്ടാക്കിയായിരുന്നു. ഏട്ടന് വയ്യാത്തതുകൊണ്ട് പോണില്ലല്ലോ. അപ്പോൾ പിന്നെ പിള്ളേർക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നേരം വൈകിട്ടാണ് എണീക്കുന്നത്. അമ്മച്ചി അതൊക്കെ റെഡിയാക്കിയിരുന്നു. നമ്മുടെ ഗോതമ്പ് ദോശയിൽ കുറച്ച് മൈദയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല തിന്നായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ ഗോതമ്പ് പൊടിയുടെ കൂടെ കുറച്ച് മൈദയും കൂടെ ചേർത്തു. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. ഇത് റേഷൻ കടയിലത്തെ ഗോതമ്പ് പൊടി ആകുമ്പോൾ കുറച്ചൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ നോക്കാം. ഇന്നിപ്പോൾ ബീൻസ് ഉപ്പേരിയാണ്. ബീൻസ് ഉപ്പേരിക്ക് ആവശ്യമായിട്ടുള്ള നാളികേരം, ചുവന്നുള്ളി, പച്ചമുളകും, മഞ്ഞൾപ്പൊടി, ഉപ്പും. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. അത് അരച്ചെടുത്തിട്ട് നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ അതിലിട്ട് ഇളക്കി പൊത്തി വെച്ച് അതിൽ വേവിക്കുക. പിന്നെ ഒരു അച്ചാർ കഴിഞ്ഞു നമ്മുടെ. ഇപ്പോൾ സാധാരണ അതായത് അച്ചാർ പൊടി കഴിഞ്ഞപ്പോൾ നമ്മൾ സാധാരണ ഉലുവയും കടുകും പൊട്ടിച്ച് ഒരു അച്ചാർ ഉണ്ടാക്കണം. പിന്നെ ഇതാ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ചിക്കൻ കഴുകാനായിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ചിക്കനും വൃത്തിയാക്കിയിട്ട് ഒരു ചിക്കൻ കറി ഇന്ന് അതാണ് ഉണ്ടാക്കണം. നമുക്ക് അമ്പലത്തിൽ ഞങ്ങളുടെ തിരൂർ കരുവാമ കുടുംബക്ഷേത്രം പ്രതിഷ്ഠ അതിനാണ്. അപ്പോൾ അതിന് വ്രതം എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഏട്ടന് പനി ആയതുകൊണ്ട് കാലത്ത് കുളിക്കാനൊന്നും വയ്യല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം അവിടെ കഴിഞ്ഞിട്ട് നമുക്ക് വ്രതം തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വ്രതം തുടങ്ങി കഴിഞ്ഞാൽ ഇറച്ചിയൊന്നും കൂട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അച്ചായി പോയിട്ട് കുട്ടികൾക്ക് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങളുടെ പ്രതിഷ്ഠാദിനം 9, 10, 11 ആണ്. അപ്പോൾ വലിയ പരിപാടിയായിട്ട് 3 ദിവസത്തേക്കാണ് അതിൻ്റെ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ എല്ലാം ഭംഗിയായി നടക്കാനായിട്ട് പ്രാർത്ഥിക്കണം. അതാ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ വറ്റൽമുളകും വേപ്പിലയിടുക. വറ്റൽമുളകും വേപ്പിലയിട്ടു. അത് മൂത്തു. അപ്പോൾ അത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബീൻസ് ഇടുക. നമ്മൾ അരപ്പിലേക്ക് എല്ലാം ചേർത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇളകൊക്കെ ചേർത്ത് ആ അരപ്പ് ഇതിലേക്ക് ഇടുക. നമ്മൾ അരപ്പിട്ട് ഇനി ഇത് പൊത്തി വെച്ച് ഒന്ന് തട്ടിക്കൂട്ടിയിട്ട് നന്നായിട്ട് അരപ്പൊക്കെ എല്ലായിടത്തും പറ്റിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡിയാവും. നമുക്കിത് കറിയാകുമ്പോഴത്തേക്കും നമ്മളിവിടെ ചെറിയ അച്ചാറെന്ന് പറഞ്ഞാൽ അച്ചാർ പൊടിയൊന്നുമില്ല. രാജേട്ടനെ ഇപ്പോൾ കഞ്ഞിയായിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ അച്ചാർ പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു അച്ചാർ ഉണ്ടാക്കി വെച്ച് അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് ഞാൻ കടുകും ഉലുവ ഇട്ടേക്കുന്നത്. അത് കെട്ടി കഴിയുമ്പോൾ നമ്മുടെ വറ്റൽമുളക് വേപ്പിലയും കൂടെ ഇടുക. രണ്ടും കൂടെ അവിടെ നല്ല മേള. അപ്പം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മുടെ എടുത്ത് വെച്ചേക്കുന്ന മുളക് പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടി രണ്ടും കൂടെ ഒന്ന് മൂപ്പിക്കുക. മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് നമ്മുടെ മാങ്ങ ചേർത്ത് നമ്മുടെ അച്ചാർ റെഡി ചെയ്യും. അപ്പം നമ്മൾ ഇതിലേക്ക് തുണ്ട്, കാരണം മാങ്ങ നല്ല പുളിയുള്ളത്. അപ്പം എന്നാലും ഒരു തുണ്ട് വിനാഗിരി ചേർക്കുക. ചേർത്തിട്ട് ഇളക്കുക. എന്നിട്ട് നമ്മുടെ മാങ്ങ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ കുറേ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ഇതിപ്പോൾ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഇനിയും മാങ്ങ ഉണ്ടാവും. കുറേ മാങ്ങ അമ്മ ഉപ്പിലിട്ട് തന്നു വിട്ടിട്ടുണ്ട്. അപ്പം അത് പ്രഷറാണ് ഏട്ടന്. ആ ചാച്ചയ്ക്ക് ചായ തരാം. അതാ അമ്മ ചിക്കനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. ഇന്ന് വറക്കാതെ സാധാരണ രീതിയിലാണ്
ചിക്കൻ വെക്കണത്. കാരണം പനിക്ക് ഏട്ടന് വേണ്ടാന്ന് പറഞ്ഞു, കുട്ടികൾക്കായാലും വറുത്തിട്ട് കൊടുക്കണ്ടെന്ന് വെച്ചു. സാധാരണ രീതിയിൽ വെക്കണം. നമ്മുടെ അച്ചാറ് ഇവിടെ റെഡി ആയി. അപ്പോൾ ഒന്നുമില്ലെങ്കിലും നമുക്കിത് കൂട്ടി കഞ്ഞിക്ക് കുടിക്കാൻ നല്ല ഒരു ഇതാണ്. കാരണം ഉലുവ ഇട്ടുകൊണ്ട് നല്ല അച്ചാറിൻ്റെ തന്നെ ഫ്ലേവർ വരും. കായപ്പൊടി കഴിഞ്ഞു. കായപ്പൊടി ഇല്ലാമ്മ? കായപ്പൊടി ഇല്ല, ഇവിടെ അച്ചാറാണ് മേടിക്കാറേ, അച്ചാർ പൊടി മേടിക്കാറ്. അപ്പോൾ അതാ നമ്മുടെ അച്ചാർ അങ്ങനെ റെഡി ആയി. ഉപ്പേരി ഇതിപ്പോൾ റെഡിയാവും. ലിച്ചു ബേബി പാവേനെ കുളിപ്പിച്ച് ഒരുക്കാനുള്ള പണിയാണെന്ന് തോന്നുന്നു. കണ്ണൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. ലിച്ചു, പാവയുടെ പേരെന്താ? അന്നുക്കുട്ടി. അതാണ് ലിച്ചുവിൻ്റെ പാവക്കുട്ടിയുടെ പേര്. ഞങ്ങളുടെ കണ്ണടച്ചു ഫാമിലി ചാനൽ കാണാറുണ്ട്. എല്ലാവരും ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കണ്ണമ്മൻ പറയണ കേട്ടില്ലേ? ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ. കണ്ണൻകുട്ടി ഇവിടെ ഇരുന്നിട്ട് എന്തിട്ടാ ചെയ്യണേ? എന്നിട്ട് വരയ്ക്കുക എടുക്കുക ചെയ്യണത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണേ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഉണ്ടാക്കാനായിട്ട് നമ്മളപ്പോൾ സബോളയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി വഴറ്റാനായിട്ട് വെച്ചേക്കാണ്. പിന്നെ അത് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി ഒക്കെ റെഡി ആയിരിക്കുന്നു. ചിക്കൻ എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി തിരുമ്പി വെച്ചേക്കണം. ഇത് വഴണ്ടി കഴിയുമ്പോൾ നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇടാം. അത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മളിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് മസാല കൂട്ടി വരട്ടിയെടുക്കുക. ഇതപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു 3-4 ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, കാരണം ഒന്ന് കട്ടിയാകാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ കുരുമുളക് പൊടി 1 ടീസ്പൂണ്, കാശ്മീരി മുളക് പൊടി ഒരു 4 ടീസ്പൂണ്, 4 ടീസ്പൂണോളം മുളക് പൊടിയുണ്ട്. അതിന് അരിവ് കുറവാണ്. അങ്ങനെ ഗരം മസാല നമ്മൾ എന്നിട്ട് ഇതിലേക്ക് ചേർക്കുക. അപ്പം നമ്മുടെ മുളക് മൂത്ത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ഇടാം. പാത്രം എനിക്ക് ഉണ്ണി മേടിച്ചു തന്നാണ്. അവൾ അവിടെ ദുബായിൽ ബിരിയാണിയൊക്കെ വെച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവൾ പ്രാവശ്യം പോകുന്നപ്പോൾ കുറേ കാർഗോയിൽ കുറച്ച് സാധനങ്ങൾ അയച്ച് അവളുടെ വീട്ടിലേക്ക്, ഇവിടെ പിള്ളേർക്ക് ടോയ്സൊക്കെ. അപ്പം അന്നേരം അവളത് ഇങ്ങോട്ട് തന്നു. പിന്നെ അതിൽ ബിരിയാണി വയ്ക്കാറില്ല. പിന്നെ കുറേ ഇപ്പോൾ ബിരിയാണി ആയിട്ടും വെച്ചിട്ട്. അപ്പോൾ ഇതിങ്ങനെ വെറുതെ ഇരിക്കുക. മറ്റേതിന് ഉരുളിയിലാണ് ചിക്കൻ വെക്കാറ്. ഉരുളിയിൽ ഇപ്പം ഇന്ന് വെക്കാൻ അധികം ചിക്കനില്ല, കാരണം 2 ദിവസം കഴിഞ്ഞ് നമുക്ക് നോമ്പ് തുടങ്ങണമല്ലോ. അതുകൊണ്ട് കുറച്ചേ മേടിച്ചിട്ടുള്ളൂ. അപ്പം പിന്നെ ഇൻഡാലിയത്തിൻ്റെ ചീൻചട്ടിയാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുക. അപ്പോൾ അതിലേക്ക് വെക്കുമ്പോൾ ചിലപ്പോൾ ഇളക്കാനും പറ്റാണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇതെടുത്തേക്കുക. അപ്പം നമ്മളതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർക്കുക. ഒരു കൈ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് നന്നായിട്ട് ചേർത്തിട്ട് ഇതിലുള്ള ചിക്കനിലുള്ള വെള്ളത്തിൽ ആദ്യം ഒന്ന് വേവട്ടെ. നമ്മൾ അരപ്പും ചേർത്ത് പിന്നെ തക്കാളി വേപ്പിലൊക്കെ വെച്ചിട്ട് അതായത് ചിക്കനിലുള്ള വെള്ളത്തിലൊന്നും വേകട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കറി ചാറാക്കാനായിട്ട് ആവശ്യമായ വെള്ളം ചേർത്ത് വേവിക്കാം. അതാണ് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഇതായി തരച്ച കറി പോലെ ആയിട്ടുണ്ട്. നല്ല കട്ടി, നല്ല ഗ്രേവി നല്ല തിക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. തിക്ക് ആയിട്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. മല്ലിയില ഇല്ല, അതിന് പകരമാണ് വേപ്പില ഇട്ടേക്കുന്നത്. പിന്നെ അത് അച്ചാറ്, ബീൻസ് ഉപ്പേരി. പിന്നത്തെ ഉച്ചത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണ്. ചെടി നടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അമ്മ റോഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാ ചെടി കൊണ്ടുപോയി നട്ടേക്കണത്. പൂവിട്ടൊക്കെ തുടങ്ങി. മുല്ല കയറിപ്പോയിട്ടുണ്ട്. ചെത്തി അതൊക്കെ അമ്മ നട്ടിട്ടുണ്ട്. കൊള്ളി, ചെത്തിയൊക്കെ. പണ്ട് ഉള്ള വീടുകളിലൊക്കെ ഇതുണ്ട് ഇങ്ങനെ ഒരു ചെടി കണ്ടത് നിങ്ങൾ ഓർമ്മയുണ്ടോ? പണ്ട് മിക്ക വീടുകളിലും ഒക്കെ വീട്ടിലിങ്ങനെ നടുമായിരുന്നു ചെടി. കണ്ടിട്ടുണ്ടോ? പേരെന്താണെന്ന് അറിയില്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയും യേശുവിൻ്റെ രക്തം തുള്ളി വീണതാന്നൊക്കെ പറയും കേട്ടോ ഈ ഇലനെ.
ഇപ്പം ഒന്നും കാണാനൊന്നുമില്ല. വൈകുന്നേരത്തേക്ക് ചായക്കായിട്ട് നമുക്ക് ഇന്നലെ ചക്ക എരിശ്ശേരി ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ചക്ക ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതത് ചക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്, കുത്തിക്കാച്ചൽ ചക്ക കുത്തി കാച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കട്ടൻ ചായയാണ് ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ കഴിയണം. നിങ്ങൾ മറക്കാതെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.